നമസ്കാരം. ഇടതുപക്ഷത്തിൻ്റെ മഹാമാനവികത കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമായി എത്രയോ സംവത്സരങ്ങളായി പ്രകമ്പനം കൊണ്ടു നിൽക്കുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഇടതുപക്ഷത്തിൻ്റെ മാനവികത. ആ മഹാമാനവികതയുടെ ദർശനം തൊഴിലാളി വർഗത്തിൻ്റെ ആ വർഗത്തിൻ്റെ ഉന്നതിക്ക് വേണ്ടിയുള്ള പരിപൂർണമായൊരു ശ്രമം. പക്ഷേ എല്ലാം സ്വാഹ. ഇക്കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു കാളക്കുട്ടൻ്റെ അലർച്ചയാണ്, മുക്കറയാണ്. ഒരു കാളക്കുട്ടൻ കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിധ്വനികൾ ഉണ്ടാക്കിക്കൊണ്ട് അങ്ങനെ മുക്കറയിടുന്നു, അലറുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ പണ്ട് എത്രയോ മാസങ്ങൾക്ക് മുമ്പ് ഇതേ പിണറായി വിജയൻ തന്നെ നമ്മുടെ മാലോകരോടൊക്കെ പറഞ്ഞുപോയ ഒരു കഥയുണ്ട്. തലശ്ശേരി ബ്രണ്ണൻ കോളേജിൽ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് 22 വയസ്സുകാരനായ ഒരു പിണറായി വിജയൻ കൈകൊണ്ട് ഒരു ഗോഷ്ഠി ഉണ്ടാക്കി, ചെറിയൊരു ശബ്ദം. ആ ശബ്ദത്തിൻ്റെ മാസ്മരികതയിൽ ഭയന്നുകൊണ്ട് അന്ന് ഓടിപ്പോയൊരു നേതാവുണ്ട്. ആ നേതാവും ഇപ്പോൾ കേരളത്തിലുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് കെ സുധാകരൻ എന്നാണ്. അപ്പോൾ ചെറിയൊരു ശബ്ദമുണ്ടാക്കി, ചെറിയൊരു ഗോഷ്ഠി കാണിച്ച് കൈകൊണ്ട് അതിൽ ഭയന്നുകൊണ്ട് കെ സുധാകരൻ ഓടിപ്പോയെങ്കിൽ മറുഭാഗത്ത് ആ ഗോഷ്ഠിയൊക്കെ ഉണ്ടാക്കിയത് ഇന്നത്തെ ഇരട്ടച്ചങ്കൻ എന്ന പേരിൽ അറിയപ്പെടുന്ന മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷേ ആ മുഖ്യമന്ത്രിയെ കഴിഞ്ഞ എത്രയോ ദിവസങ്ങളായി ഒരു കാളക്കുട്ടൻ അങ്ങനെ മുക്കറയിട്ടുകൊണ്ട് അലറിക്കൊണ്ട് ഭയപ്പെടുത്തുന്നു. തനിക്ക് ഒരു ചായപ്പീടിക നടത്താനുള്ള ശേഷിയെങ്കിലും ഉണ്ടോ മിസ്റ്റർ മുഖ്യമന്ത്രി എന്ന് പറയാതെ പറഞ്ഞുകൊണ്ട് അയാൾ അങ്ങനെ വെല്ലുവിളിക്കുകയാണ്. കഴിഞ്ഞ ദിവസം അയാളുടെ വെല്ലുവിളി അസഭ്യഭാഷത്തിൻ്റെ പൂരത്തെറിയിലേക്ക് പോയി. ആ പൂരത്തെറി നമ്മുടെ ജയശങ്കറോടായിരുന്നു. അഡ്വക്കേറ്റ് കെ ജയശങ്കർ ഹൈക്കോടതിയിലെ പ്രമുഖനായ ഒരു അഭിഭാഷകനാണ്. കേരള രാഷ്ട്രീയത്തിൻ്റെ സമഗ്രമായ പുരോഗതിക്ക് വേണ്ടി അദ്ദേഹം ചില നിരീക്ഷണങ്ങൾ നടത്തുന്നു. ആ നിരീക്ഷണങ്ങളിൽ അദ്ദേഹം രാഷ്ട്രീയം പറയാറില്ല. അദ്ദേഹം ഒരു മതവാദിയുമല്ല. അത് കേരളത്തിലെ മാലോകർക്കെല്ലാം അറിയാവുന്ന വസ്തുതയുമാണ്. പക്ഷേ അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ മുക്കറ കൊണ്ട് പരിഭ്രാന്തരായ കേരളത്തിലെ ജനങ്ങളെ ബോധവാന്മാരാക്കാൻ വേണ്ടി അദ്ദേഹം ചാനലിൽ വന്നിരുന്നു കൊണ്ട് ഒരു അഭിമുഖ സംഭാഷണത്തിനിടയിൽ ചില കാര്യങ്ങൾ പറഞ്ഞു. ആ കാര്യങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട കാര്യം ഒരു മതരാഷ്ട്രവാദത്തെക്കുറിച്ചായിരുന്നു. അത് 2047 ഇന്ത്യ മഹാരാജ്യം സമ്പൂർണമായ ഒരു ഇസ്ലാമിക രാജ്യമായി പ്രഖ്യാപിക്കപ്പെടും. അതിനുള്ള പോക്കിലാണ് രാജ്യത്തെയും കേരളത്തിലെയും ഇസ്ലാമിസ്റ്റുകൾ എന്ന് എത്രയോ വർഷങ്ങളായി നാം പറഞ്ഞു കേൾക്കുന്ന ഒരു വസ്തുതയാണ്. അത് യാഥാർത്ഥ്യമാകുമോ എന്നതൊക്കെ മറ്റു കാര്യങ്ങളാണ്. പക്ഷേ ആ വസ്തുതയിൽ ഊന്നിക്കൊണ്ടാണ് നമ്മുടെ രാഷ്ട്രീയ നിരീക്ഷണം നടത്തുന്ന ആളുകൾ, നമ്മുടെ സാമൂഹ്യ നിരീക്ഷണം നടത്തുന്ന അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ള വ്യക്തികൾ ആ നിരീക്ഷണങ്ങളൊക്കെ നടത്തുന്നത്. അപ്പോൾ അങ്ങനെയൊരു നിരീക്ഷണം നടത്തുന്ന വ്യക്തികൾക്ക് മറുഭാഗത്ത് നിൽക്കുന്ന ഏതെങ്കിലും വ്യക്തികളോട് ഏതെങ്കിലും തരത്തിലുള്ള കടപ്പാടുണ്ടാവേണ്ട കാര്യമുണ്ടോ? അങ്ങനെ ഉണ്ടാവേണ്ട കാര്യമില്ല. അപ്പോൾ PV അൻവറിനോട് അഡ്വക്കേറ്റ് കെ ജയശങ്കറിന് വ്യക്തിപരമായി ഏതെങ്കിലും തരത്തിലുള്ള ശത്രുതയുള്ളതായി നമുക്കാർക്കും അറിയില്ല. അഡ്വക്കേറ്റ് കെ ജയശങ്കർ അങ്ങനെ പറഞ്ഞിട്ടുമില്ല. അദ്ദേഹം പറഞ്ഞു പോയത് PV അൻവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി കേരളീയ സമൂഹത്തിന് നേരെ നോക്കി കൊഞ്ഞനം കുത്തുന്ന പ്രക്രിയയ്ക്ക് ഒരു മറുപടിയായാണ് അദ്ദേഹം പറഞ്ഞത്. ആരാണ് PV അൻവറിന് ഇത്രമാത്രം പ്രചോദക ശക്തിയാവുന്നത്? PV അൻവർ എന്ന ഇടതുപക്ഷ സഹയാത്രികനും കേവലം ഒരു MLA-യുമായ ഒരു വ്യക്തിക്ക് ഇത്രമാത്രം തൻ്റെ ഇടത്തിൽ കേരളത്തിലെ ഭരണാധിപനായ മുഖ്യമന്ത്രിയെ ഇത്ര ആഴത്തിൽ അവഹേളിക്കാൻ വേണ്ടി സാധിക്കുമോ എന്നതൊക്കെയാണ് ജയശങ്കറിൻ്റെ ചോദ്യങ്ങൾ. ജയശങ്കറിൻ്റെ മാത്രമല്ല, കേരളീയ സമൂഹത്തിൻ്റെയും ചോദ്യങ്ങൾ അതുതന്നെയാണ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്ന വ്യക്തിയെ എന്തു ചെയ്യും? ഒരു ബക്കറ്റിൽ കക്കൂസ് മാലിന്യവുമായി വന്ന് നിന്റെ ഓഫീസിൽ കയറി നിന്റെ തലയിലൂടെ ഒഴുക്കി പിന്നെ ഒരു ജെട്ടിയിൽ മാത്രം നിർത്തി എറണാകുളത്തെ തെരുവിലൂടെ നടത്തിക്കും. പറയുന്നത് ഇടതുപക്ഷ സഹയാത്രികനായ ഒരു MLA ആണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഗോവിന്ദൻ മാസ്റ്ററേക്കാൾ പ്രാമുഖ്യം നൽകുന്ന, അതായത് ഗോവിന്ദൻ മാസ്റ്റർ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയാണ്. പക്ഷേ അദ്ദേഹം ഒന്നും പറയുന്നില്ല. അദ്ദേഹം പറയുന്നതിനേക്കാൾ പരുഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നിലനിൽപ്പിന് വേണ്ടിയാണ് താൻ ഈ വാദങ്ങളൊക്കെ ഉന്നയിക്കുന്നത് എന്ന് പറയുന്ന ആളാണ് PV അൻവർ. അപ്പോൾ തൻ്റെ ഓഫീസിൽ വന്ന് ഞാനങ്ങനെ ചെയ്യും, ഞാനങ്ങ് തിരിച്ചു പോകും എന്നാണ് അൻവർ പറയുന്നത്. തനിക്ക് പറ്റുമെങ്കിൽ ഏതെങ്കിലും CRPCയോ ഏതെങ്കിലും ഒരു PRPC മുഖേന, അദ്ദേഹം ഉപയോഗിച്ച വാക്ക് എൻ്റെ വാക്കല്ല, നിങ്ങൾക്ക് അത് നേരിടാം, നിനക്ക് അത് നേരിടാം എന്നാണ് അൻവർ ജയശങ്കറിനോട് പറഞ്ഞത്. ഇത് ജയശങ്കറിനോട് പറഞ്ഞ ഒരു വാക്കായി, ഒരു വാചകമായി
കേരളത്തിലെ പൊതുസമൂഹത്തിന് കരുതാൻ വേണ്ടി കഴിയില്ല. കാരണം പറഞ്ഞത് ഒരു സാധാരണ വ്യക്തിയല്ല, ഒരു നിയമസഭാ സാമാജികനാണ്. ഞാൻ ആദ്യമേ പറഞ്ഞ മഹാമാനവികതയുടെ പര്യായമായ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ MLA ആണ് അത്തരം ഒരു പരാമർശം ഉന്നയിച്ചു പോയത്. അപ്പോൾ മാപ്പ് പറയേണ്ടത് MV ഗോവിന്ദനാണ്. മാപ്പ് പറയേണ്ടത് ജയശങ്കറിനോടല്ല, കേരളത്തിലെ 3.5 കോടി വരുന്ന പൊതുസമൂഹത്തിനോടാണ്. കാരണം ഇത്രയും അല്പന്മാരായ ആളുകളെ കേരളത്തിൻ്റെ ഭരണസിരാ കേന്ദ്രമായ നിയമസഭയിലേക്ക് സാധാരണ ജനങ്ങളുടെ അടക്കം വോട്ട് വാങ്ങി ജയിപ്പിച്ച് കടത്തിവിട്ട ആ വ്യക്തികളിൽ പ്രമുഖനാണ് MV ഗോവിന്ദൻ. അപ്പോൾ കേരളത്തിലെ പൊതുജനങ്ങളോട്, പൊതുസമൂഹത്തോട് അൻവറിന് വേണ്ടി മാപ്പ് പറയേണ്ടത് MV ഗോവിന്ദനാണ്. കാരണം അത്രയേറെ അസഭ്യ വർഷമാണ്, ചന്ത വർത്തമാനമാണ്. നമ്മുടെ കാളച്ചന്തയിലും മൂരിച്ചന്തയിലുമൊക്കെ ഞാൻ ആ ചന്തയെ അവഹേളിക്കുന്നതല്ല, സ്വാഭാവികമായി അത്തരം പ്രയോഗങ്ങളൊക്കെ ആ ചന്തയിലാണ് നാം കേൾക്കാറുള്ളത്, മാർക്കറ്റിലാണ് കേൾക്കാറുള്ളത്. അതിലും എത്രയോ വലിയ വാക്കുകൾ ജയശങ്കറിന് നേരെ ഉന്നയിക്കുമ്പോൾ അത് കേരളീയ സമൂഹത്തിനോടുള്ള അവഹേളനമാണ് എന്ന് MV ഗോവിന്ദനോട് ഇക്കാര്യത്തിൽ പ്രത്യേകം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. പിന്നീട് അൻവറിൻ്റെ ആ വാക്കുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അതൊരു തൻ്റെ ഇടമാണ്. ജയശങ്കറിനോട് നീ ഏതെങ്കിലും RPC മുഖേന വന്നോളൂ എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഭരണഘടനയെയും നമ്മുടെ നിയമ സംവിധാനത്തെയും നമ്മുടെ പോലീസ് സംവിധാനത്തെയും അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന നമ്മുടെ ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുത്ത മുഖ്യമന്ത്രിയെയും ഭരണകൂടത്തെയും അവഹേളിച്ചുകൊണ്ട് ഒരു ഒറ്റയാൾ പ്രസ്ഥാനമായി PV അൻവർ അങ്ങനെ വിലസി നിൽക്കുന്ന ഘട്ടത്തിൽ അൻവറിനെ തടയിടാനുള്ള യാതൊരു നടപടിയും K. സുധാകരനെ ബ്രണ്ണൻ കോളേജിൽ നിന്ന് വോട്ട് കാണിച്ച് ഓടിച്ചുവിട്ട ഈ മുഖ്യമന്ത്രിക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഒരർത്ഥത്തിൽ അൻവർ പറഞ്ഞത് ശരിയാണ്. 4 ചായപ്പീടിക നടത്താനുള്ള ശേഷി പോലുമില്ലാത്ത ഒരു സാധാരണക്കാരിലും താഴെ നിലവാരത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയായി നമ്മുടെ മുഖ്യമന്ത്രി അധപ്പതിച്ചു പോയി എന്നുള്ളിടത്താണ് അൻവറിനെ പോലുള്ള ഈ വിത്തുകളൊക്കെയും നമ്മുടെ സമൂഹത്തിൽ പൊട്ടിമുളയ്ക്കുന്നത്. ഏതായാലും ഇതിൽ നിന്നൊക്കെ നമുക്ക് വ്യക്തമാകുന്ന ഒരു കാര്യം, PV അൻവർ എന്ന വ്യക്തി ഒറ്റയ്ക്കല്ല, വലിയൊരു ലോബിയിങ് നടക്കുന്നു. അത് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞതുപോലെ അബുദാബി കേന്ദ്രീകരിച്ചുള്ള വലിയ സ്വർണ്ണക്കടത്ത് ലോബിയും മാഫിയ സംഘവുമാണോ, അതോ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ തന്നെയുള്ള പ്രബലമായ മറ്റേതെങ്കിലും വിഭാഗങ്ങളും വ്യക്തികളും അൻവറിന് പിന്തുണ നൽകുന്നുണ്ടോ? ഇനി മറ്റേതെങ്കിലും വിഭാഗത്തിൽ നിന്നുള്ള ആളുകൾ, കള്ളക്കടത്ത് ലോബിയുമായി ബന്ധപ്പെട്ട ആളുകൾ, പണമൊഴുക്കുന്ന ആളുകൾ അൻവറിന് പിന്നിലുണ്ടോ? അത് ആദ്യത്തെ ചോദ്യമാണ്. ആ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതും ഇതേ ഇരട്ടച്ചങ്കാണ് എന്ന് പറയുന്ന മുഖ്യമന്ത്രി തന്നെയാണ്. മറ്റൊരു ചോദ്യം, അൻവറിൻ്റെ ആവശ്യം എന്താണ് എന്നാണ്. ജനാധിപത്യപരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റിനെ, അതിന് നേതൃത്വം കൊടുക്കുന്ന മുഖ്യമന്ത്രിയെ, അതിൻ്റെ ആഭ്യന്തര വകുപ്പിനെ, അതിലെ പ്രധാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരെ ഒരു സാധാരണ വ്യക്തിക്ക് പറയാനാവാത്ത നിലയിലേക്ക് അവഹേളിക്കുന്ന രീതിയിൽ അൻവർ അങ്ങനെ അമ്മാനമാടുമ്പോൾ യഥാർത്ഥത്തിൽ അൻവറിൻ്റെ പ്രശ്നം എന്താണ്? അതെങ്കിലും അറിയാനുള്ള അവകാശം ഈ പൊതുസമൂഹത്തിനുണ്ട്. കാരണം നാം ജീവിക്കുന്നത് ഒരു ജനാധിപത്യ സമ്പ്രദായത്തിലാണ്, ഒരു ജനാധിപത്യ സമൂഹത്തിലാണ്. ഏതെങ്കിലും വലിയൊരു മുതലാളിയുടെയോ അല്ലെങ്കിൽ ഏതെങ്കിലും വലിയൊരു പ്രാമാണിക രാഷ്ട്രീയക്കാരൻ്റെയോ വാക്കുകളും തോന്നിവാസങ്ങളും കേട്ട് അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കേണ്ട ഒരു സമ്പ്രദായമല്ല ജനാധിപത്യം. ജനാധിപത്യം ഒരു മഹാസംവിധാനമാണ്. ആ സംവിധാനത്തിന് കീഴിൽ വളർന്നു വന്ന വ്യക്തി കൂടിയാണ് അൻവർ. അൻവറിന് നമ്മുടെ ഭരണ സംവിധാനത്തോട് ഏതെങ്കിലും തരത്തിലുള്ള എതിർപ്പുണ്ടെങ്കിൽ അത് അറിയിക്കേണ്ട സ്ഥലങ്ങളിൽ നിയമപരമായ രീതിയിൽ അറിയിക്കണം. പക്ഷെ നിയമത്തെ വെല്ലുവിളിക്കുന്ന രീതിയിൽ അൻവറും സംഘവും പടപ്പുറപ്പാടിനിറങ്ങുമ്പോൾ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളോടെല്ലാം ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിലെ മറ്റ് ചെറുകീടങ്ങളായ കക്ഷികളോടുമൊക്കെ ചോദിക്കാനുള്ള ഒരു ചോദ്യം, ആരാണ് ഇങ്ങനെ ചില ആളുകളെ നമ്മുടെ സമൂഹത്തിലേക്ക് കയറൂരി വിട്ടത്? എന്താണ് ഇവരുടെ ലക്ഷ്യം? കേരളത്തെ, വർത്തമാനകാല കേരളത്തെയും ഭാവി കേരളത്തെയും ഏത് അധോലോകത്തിൻ്റെ ആലയിൽ കൊണ്ടുപോയി കെട്ടാനാണ് ഇവരുടെ പദ്ധതി എന്ന് വ്യക്തമാക്കേണ്ടത്. ജനങ്ങളുടെ ചെലവിൽ ജീവിക്കുന്ന ബാക്കി 139 MLA മാരും നമ്മുടെ മുഖ്യമന്ത്രിയും 10-20 മന്ത്രിമാരും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളുടെ നേതൃത്വവുമാണ് എന്ന് അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം ഇവിടെ പറയേണ്ടി വരുന്നത് നിങ്ങളുടെ നിസ്സംഗത ഒന്നുകൊണ്ട് മാത്രമാണ്. ഈ സാമൂഹ്യ വിരുദ്ധ പ്രതിഭാസത്തെ അവസാനിപ്പിക്കാനുള്ള വഴികൾ നമ്മുടെ ഗവൺമെൻറ് സംവിധാനത്തിന് ആലോചിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ചായക്കച്ചവടത്തിന് തന്നെ പോകുന്നതാവും ഉചിതം എന്ന് ഒരാവർത്തി കൂടി ഓർപ്പിക്കുന്നു.